പാലക്കാട് പോൽപ്പുള്ളിയിൽ കാറ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് 2 കുട്ടികളും മരിച്ചു. ചികിത്സയിൽ കഴിയുന്ന എൽസിയുടെ ഇളയ മക്കളായ ആൽഫ്രഡ് മാർട്ടിനും എംലിന മരിയ മാർട്ടിനുമാണ് മരിച്ചത്. നടപടികൾക്ക് ശേഷം 2 കുട്ടികളുടെയും മൃതദേഹം പാലക്കാട്ടേക്ക് കൊണ്ടുപോകും. എൽസിയുടെ മൂത്ത മകൾ അലീന അപകടനില തരണം ചെയ്തു. എൽസിക്കും 6 വയസ്സുകാരൻ മകൻ ആൽഫ്രഡിനും 4 വയസ്സുകാരി മകൾ എംലിനയ്ക്കുമാണ് അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റത്. എംലിനയ്ക്ക് 60%, ആൽഫ്രഡിന് 75% പൊള്ളലേറ്റിരുന്നു. ഉച്ചയ്ക്ക് 2:30 എംലിനയും 3:15 ആൽഫ്രഡും മരണത്തിന് കീഴടങ്ങി. 45% പൊള്ളലേറ്റ എൽസിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. മൂത്ത മകൾ അലീന അപകടനില തരണം ചെയ്തു. ഇന്നലെ രാത്രിയാണ് എൽസിയെയും 3 മക്കളെയും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപകടത്തിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും വിശദമായ അന്വേഷണം ആരംഭിച്ചു. കാലപ്പഴക്കം സംഭവിച്ച കാറിൽ ബാറ്ററി ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചതായിരിക്കാം തീപിടിക്കാൻ കാരണമെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. കുടുംബത്തിന്റെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. നമുക്ക് ആശുപത്രിയുടെ ചെലവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കും. തീർച്ചയായിട്ടും അത് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പാലക്കാട് കണ്ണാടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സാണ് എൽസി. ജോലി കഴിഞ്ഞ് കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകാൻ ഇറങ്ങിയപ്പോഴാണ് അപകടം. മൊത്തം പൊള്ളിയത് കൊണ്ട് അവളെ തൊടാനൊന്നും അവൾ സമ്മതിക്കുന്നില്ലായിരുന്നില്ല. എന്നെ തൊടണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കൊണ്ട് ചെയറിട്ടിട്ട് ഇരുത്തി. അപ്പോൾ അവൾ എൻ്റെ മക്കൾ അവിടെ 3 മക്കളുണ്ട്, എൻ്റെ 3 മക്കളുണ്ട് അവർ നോക്കി എന്ന് പറയാം. അതാണ് അവൾക്ക് ഒന്നിനും പറ്റില്ല, എല്ലാം പൊള്ളി. എങ്കിലും അവൾ ഓടുകയായിരുന്നു. എൻ്റെ മക്കൾ അവരെ 3 മക്കളുടെ രക്ഷപ്പെടുത്തണം, അവർ അവിടെ ഉണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ടും അവൾ സമ്മതിക്കണേ ഇല്ലായിരുന്നു. മക്കൾ തന്നെ. കാറിന് തീ പിടിച്ചപ്പോൾ എൽസി തന്നെയാണ് കുട്ടികളെ പുറത്തേക്ക് എടുത്തത്. 55 ദിവസങ്ങൾക്ക് മുൻപാണ് എൽസി മാർട്ടിന്റെ ഭർത്താവ് മരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ദിവസങ്ങൾക്ക് മുൻപ് എൽസിക്ക് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. പ്രതിസന്ധികളെ മറികടന്ന് ജോലിക്ക് പോയി തുടങ്ങിയ വെള്ളിയാഴ്ച വൈകിട്ടാണ് ദാരുണമായ അപകടമുണ്ടായത്. ന്യൂസ് മലയാളം, കൊച്ചി, പാലക്കാട്.